ഒരു സങ്കടകരമായ വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഇസ്രായേലിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഹമാസിന്റെ ഷെല്ലാക്രമണത്തിലാണ് കൊല്ലം സ്വദേശിയായ നിബിൻ മാക്സ്വെൽ കൊല്ലപ്പെട്ടത്. ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമണം, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രതിരോധം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ യുദ്ധത്തിൽ വലിയ തോതിൽ നാശനഷ്ടം എല്ലാ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു മലയാളി കൂടി അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെ സങ്കടം ഇരട്ടിയാക്കുകയാണ്. രാജ്കുമാർ കൊല്ലത്ത് നിന്ന് വാർത്തയുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രാജ്കുമാർ, രാവിലെ നമ്മൾ കൊല്ലത്ത് നിന്ന് കേൾക്കുന്നത് ഏറെ സങ്കടം നിറഞ്ഞൊരു വാർത്തയാണ്. ഒരു മലയാളി ഇസ്രായേലിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? സംഭവം നടന്ന എപ്പോഴാണ്? ഇന്നലെ വൈകിട്ട് 4:30 മണിക്ക് ഈ കൊല്ലപ്പെട്ട പാറ്റ് നിബിൻ മാക്സ്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് ഇവരുടെ വീട്ടിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുന്നത്. ബ്ലാസ്റ്റ് നടന്നു. ബ്ലാസ്റ്റിൽ അനിയന് പരിക്കേറ്റു. ഇപ്പോൾ ആശുപത്രിയിലാണ് എന്ന വിവരം കിട്ടി. ഇന്നലെ രാത്രി 12 മണിയോടെ കുടുംബത്തിന് ഔദ്യോഗികമായി, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ തന്നെ, ഇങ്ങനെ മകൻ മരിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരം അറിയിച്ചു. ഇപ്പോൾ ആ പ്രദേശമാകെ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. കൊല്ലം വാടി സ്വദേശിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട പാറ്റ്. അദ്ദേഹം 2 മാസം മുമ്പ് ജ്യേഷ്ഠൻ പാറ്റ് നെവിൻ മാക്സും ഈ കൊല്ലപ്പെട്ട പാറ്റ് നിബിൻ മാക്സും, ഇവർ രണ്ടുപേരും ഒരാഴ്ച വ്യത്യാസത്തിലാണ് 2 മാസം മുമ്പ് ഇസ്രായേലില് അഗ്രികൾച്ചറൽ വിസയ്ക്ക്, കൃഷിപ്പണിക്ക് വേണ്ടി അവിടെ ജോലി കിട്ടി പോയത്. അവിടെ ഇസ്രായേൽ ബോർഡറിലായിരുന്നു ഇവരുടെ താമസം. ഇതിനിടയിലാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇതില് ഹമാസിന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. ശരി രാജ്കുമാർ, ഏറെ സങ്കടം നിറഞ്ഞൊരു വാർത്തയാണ്. കൊല്ലം സ്വദേശി ഇസ്രായേലിൽ ഹമാസ് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. ഇന്നലെ നമ്മുടെ സമയം വൈകിട്ട് 4:30 കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏറെ ദുഃഖകരമാണ് ഈ ഒരു വിവരം.